എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എനിക്ക് ഇഷ്ടപ്പെടാത്തതും ചെയ്തൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. എല്ലാവരും നല്ല അഭിപ്രായം അതിനെക്കുറിച്ച് പറഞ്ഞത്. എനിക്ക് ആ പടത്തിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതെൻ്റെ അഭിപ്രായമാണ്. അതിനെ ഞാൻ മാനിക്കുക തന്നെ ചെയ്യുന്നു. അതിനകത്തെ കാരണമെന്ന് തോന്നുന്നു, അത് ഒന്നാമത്തെ കുഞ്ചാക്കോ ഒരു ചോക്ലേറ്റ് നായകനായിരുന്നുകൊണ്ടായിരിക്കും അദ്ദേഹം മാസാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു ഗർഭിണിയാണെന്ന് പറയുന്നത്. അതിനകത്ത് സത്യം എന്തോന്ന് കാണിക്കുന്നില്ല എങ്കിലും അവരുടെ അടിവേറ്റി ചവിട്ടിക്കൊണ്ടാണ് പുള്ളിക്കാരൻ്റെ മാസ് കാണിക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ മകളുടെ മരണത്തിന് കാരണം എന്ന് പറയുന്നത് പുള്ളി അല്ലെന്നാണ് പിന്നീട് വരുത്തി തീർക്കാനൊക്കെ നോക്കിയേക്കുന്നത്. പക്ഷേ കാണുന്ന ആൾക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ആ വില്ലന്മാർ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഡ്രഗ് അബ്യൂസ് അടിച്ചു നടക്കുന്ന വില്ലന്മാരെക്കാളും കൂടുതൽ സൈക്കോ ആയിട്ട് എനിക്ക് തോന്നിയത് അതിനകത്ത് കുഞ്ചാക്കോവൻ്റെ ക്യാരക്ടറാണ്. പിന്നെ പുള്ളിക്കാരൻ ഇൻ്റലക്ച്വലാണെന്ന് അവിടെ ഇവിടെ അത് കാണിക്കുന്നുണ്ട്. ഇൻ്റലക്ച്വലാണെന്ന് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇൻ്റലക്ച്വലാണെങ്കിൽ പുള്ളിക്കാരൻ പിടിച്ച കേസ് എന്തുകൊണ്ട് 4 മാസം കഴിഞ്ഞിട്ട് അവരെ പുറത്തിറങ്ങി അവർ വീണ്ടും വളരെ ഫ്രീ ആയിട്ട് വീണ്ടും ഡ്രഗ്സൊക്കെ അടിച്ചിട്ട് നിൽക്കുന്നതാണ്. ഈ പുള്ളി അത്ര ഇൻ്റലക്ച്വൽ ഇപ്പോൾ പുള്ളി പിടിച്ച കേസിന് തെളിവൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരുപാട്. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഭാഗങ്ങളൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര ഒരുപാട് ഇഴച്ചിലോ ഇങ്ങനെ ഈ സിനിമ എങ്ങനെയും തീർന്നു കിട്ടിയാൽ മതി എന്നൊരു എന്താ പറയുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് എന്തുവാ കുഞ്ചാക്കോ മാത്രം, ബാക്കി എല്ലാവരും ഓച്ചന്മാർ, ബാക്കി നിയമ സംവിധാനവും ബാക്കി എല്ലാ ആൾക്കാരും ആരും ബുദ്ധിയില്ലാത്തവർ, ആർക്കും ഒരു ഇതൊന്നുമില്ല. പിന്നെ മറ്റവരെന്ന് പറഞ്ഞാൽ അങ്ങ് ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സൈക്കോ ഇറങ്ങി നടക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇരുന്ന് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നു. ഇതൊക്കെ ഏത് യൂണിവേഴ്സിലാണ് നടക്കുന്നുണ്ടായിരിക്കും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് അങ്ങ് ബാംഗ്ലൂർ യൂണിവേഴ്സിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് ബാംഗ്ലൂർ അനുഭവങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ബാംഗ്ലൂർ ചിലപ്പം പബ്ലിക്കായിട്ടായിരിക്കും ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നത്. കുറേ വില്ലന്മാർ അവരെ ഇങ്ങനെ അവർ ഭയങ്കര ടെററാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ സീനുകൾ. പിന്നെ കുഞ്ചാക്കോ ഭയങ്കര ഇൻ്റലിജൻറ്റ് ടെററാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഇത് രണ്ടും കൂടെ പോയിട്ട് ബാക്കി അതിനകത്ത് ആരുമില്ല. കഥാപാത്രങ്ങൾക്കൊന്നും ഒരു ഇതില്ല. ആർക്കും ഒരു എന്തു പറയുക, എല്ലാം ഉണ്ണാക്കന്മാർ. എന്നിട്ട് പുള്ളി തന്നെ അവസാനം പോയിട്ട് എല്ലാവരെയും കൊന്നിട്ട് പിന്നെ നൈസായിട്ട് തിരിച്ചു വരുന്നു. ഇതൊക്കെ ഇതൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് പുതിയതായിട്ട് എന്തോ ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടാഞ്ഞത്. ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഭൂരിപക്ഷം. അതുകൊണ്ടാണല്ലോ പടം ഓടി. ഇനി ഇപ്പോഴത്തെ പടങ്ങളൊക്കെ ഓടുന്നതാണോ ഓടാത്തതാണോ പബ്ലിസിറ്റി കൊണ്ട് പറയുന്നതാണോ എന്തോ നമുക്കറിയത്തില്ല. ഓടിയാൽ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് കൊള്ളാം, നമുക്കൊന്നുമില്ല. നമുക്കൊരു നല്ല സിനിമ കണ്ടാൽ നമുക്ക് നല്ലൊരു സിനിമ കണ്ട എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. ഓടിയതിൻ്റെ പ്രൊഡ്യൂസർക്ക് കൊള്ളാം. പിന്നെ അവരുടെ അടുത്ത പടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പടം ഓടിയെന്നോ മെഗാ ഹിറ്റെന്നോ 100 കോടിയെന്ന് 200 കോടിയെന്നൊക്കെ അവർ പറയുന്നത് അവരുടെ കാര്യം. നമുക്ക് നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പോലെ ഉള്ള ആൾക്കാരെ നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ നല്ല. എനിക്ക് നാരായണീൻ്റെ 3 ആൺമക്കൾ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പൊന്മാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. എന്നാൽ രേഖാചിത്രം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് ഒന്നാമത്തെ കാര്യം രേഖാചിത്രത്തിന് എന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് ആ ഒരു മരിച്ചുപോയ കഥാപാത്രം നടിയുടെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കഥാപാത്രം നമുക്കൊരു ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നില്ല. അത് മരിച്ചു. പിന്നെ കാതോട് കാതാരൊക്കെ ആ സിനിമയുടെ പഴയ ഗാനങ്ങളും അന്നത്തെ മമ്മൂട്ടിയൊക്കെ കാണിക്കുമ്പം നമുക്കൊരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്തില്ല. അത് ചിലപ്പോൾ എൻ്റെ മാത്രം കുഴപ്പമായിരിക്കും. എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല. ഇത് രണ്ടും വലിയ ഹിറ്റായ സിനിമകളെന്ന് പറയപ്പെടുന്നതാണ്. എന്നാൽ എനിക്ക് പൊന്മാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ജാതി ജാതകം അതൊരു 1 മാൻ ഷോ ആയിരുന്നെങ്കിലും അവിടെ കണ്ടു. ഒരു എൻ്റർടൈനറായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ.